Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഫുഡൊക്കെ കഴിച്ചില്ലേ എല്ലാവരും? Good afternoon. ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon, ma'am. Good afternoon, ma'am. ഊണ് കഴിക്കാൻ നേരത്തെ ആവണ്ടുള്ളൂ. ഊണ് കഴിക്കാൻ പോകുന്നുള്ളോ? 12 മണി ആയതേ ഉള്ളൂ. ക്ലാസ് കഴിഞ്ഞിട്ട് വേണം ഊണ് കഴിക്കാൻ പോവാൻ. ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഊണ് കഴിക്കുന്നത്? വിശക്കില്ലേ അപ്പോ? Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ. 12 മണി ആയതേ ഉള്ളൂ. എവിടെയാണ് ശ്രീജ താമസിക്കുന്നത്? ബഹ്റൈനില്. ഓ, അവിടെയാണല്ലേ. ഓക്കെ. വർക്ക് ചെയ്യുന്നുണ്ടോ? യെസ്. എന്തായിട്ടാ വർക്ക് ചെയ്യുന്നത്? നഴ്സ്. നഴ്സാണ്. വെരി ഗുഡ്. ഏത് ഹോസ്പിറ്റലിലാ? ഞാനിവിടെ അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റൽ എന്ന് പറയും. ഓക്കെ. ഇന്ന് എല്ലാവരും ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞിട്ട് എനിക്ക് സന്തോഷമായി. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ട് സംസാരിക്കാനായിട്ട്, അതുകൊണ്ടാണോ എല്ലാവരും ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞത്? ഓഡിയോയും വീഡിയോയും തമ്മില് വ്യത്യാസമുണ്ട്. ഓഡിയോയും വീഡിയോ തമ്മിലോ ഡിഫറൻസ് ഉണ്ടോ? അതെ അല്ലേ. അത് സീജിക്ക് മാത്രമാണോ? Clear ആവുന്നില്ല. ക്ലിയർ ആണ്. എനിക്ക് ക്ലിയർ ആണ്. പറഞ്ഞു കഴിയുമ്പോഴാണോ കാണുന്നത്, കണ്ടു കഴിയുമ്പോഴോ? എങ്ങനെയാണ് വ്യത്യാസം? എങ്ങനെയാണ്? ചില സമയത്ത് സ്റ്റക്ക് ആയിട്ടിരിക്കുക, എന്നാലും ഓഡിയോ കേൾക്കാം. ഓഡിയോ കേൾക്കാം. ഇപ്പൊ സ്റ്റക്ക് ആയിട്ടിരിക്കുക. ഇപ്പൊ സ്റ്റക്ക് ആയിട്ടിരിക്കുവാണ്. നിങ്ങൾക്കോ? ബാക്കിയുള്ളവർക്കോ? സെയിം തന്നെ. സ്റ്റക്ക് ആയിട്ടിരിക്കുവാണ്. സ്റ്റക്കാണ് മാം. അപ്പൊ ഞാനൊന്ന് ഓഫ് ചെയ്തിട്ട് നോക്കാം. സംസാരത്തിനായിട്ട് മൂവ്മെന്റ്സ് പോകുന്നില്ല. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ സ്റ്റക്ക് ആണോ നോക്കി. സ്റ്റക്കാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ കേട്ടോ അവിടെ. ഇപ്പൊ ഓക്കെ ആണോ? റെഡി ആയോ? ആയി. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. മൈക്ക് ഓഫ് ചെയ്യുവാണ് കേട്ടോ.
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലബോറട്ടറി റെക്കോർഡ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതിൽ തന്നെ റിക്വസ്റ്റ് ഫോംസ് എന്താണെന്ന് പറഞ്ഞു, റിസൾട്ട് ആൻഡ് കോപ്പീസ് ഓഫ് റിപ്പോർട്ട്സ്, ഇൻസ്ട്രുമെന്റ് പ്രിന്റ് ഔട്ട്സ്, ലബോറട്ടറി വർക്ക് ബുക്സ് ആൻഡ് വർക്ക്ഷീറ്റ്, ലബോറട്ടറി രജിസ്റ്റേഴ്സ്, കാലിബ്രേഷൻ റെക്കോർഡ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫാക്ടേഴ്സ്, QC റെക്കോർഡ്സ്, ഇൻസിഡന്റ് ബുക്ക്, കറക്റ്റീവ് ആക്ഷൻ റിപ്പോർട്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് നമുക്കത് കണ്ടിന്യൂ ചെയ്യാം. അടുത്തതാണ് സ്റ്റോക്ക് കാർഡ്സ് ആൻഡ് സപ്ലൈ റെക്കോർഡ്സ്. എന്താണ് സ്റ്റോക്ക് കാർഡ്സ് ആൻഡ് സപ്ലൈ റെക്കോർഡ്സ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? സ്റ്റോക്ക് കാർഡ്സ് എന്താ, അല്ലെങ്കിൽ സപ്ലൈ റെക്കോർഡ്സ് എന്താ? അതായത് ലാബിലുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സാധനങ്ങൾ ഉണ്ടല്ലോ, അതിന്റെ എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻകം, അതായത് വരവും ചെലവും രേഖപ്പെടുത്തുന്ന രജിസ്റ്റർ ആണ് എന്ത്, സ്റ്റോക്ക് കാർഡ്സ് ആൻഡ് സപ്ലൈ റെക്കോർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് ലാബിലുള്ള സാധനങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ രേഖപ്പെടുത്തുന്ന റെക്കോർഡാണ് എന്ത്, സ്റ്റോക്ക് കാർഡ്സ് ആൻഡ് സപ്ലൈ റെക്കോർഡ്സ്. ദെൻ നെക്സ്റ്റ് വൺ പേഴ്സണൽ റെക്കോർഡ്സ് ആണ്. പേഴ്സണൽ റെക്കോർഡ്സിൽ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സ്റ്റാഫ് ട്രെയിനിങ്, കോമ്പിറ്റൻസി റെക്കോർഡ്സ് ആൻഡ് ഹെൽത്ത് റെക്കോർഡ്സ്. അതായത് പേഴ്സണൽ റെക്കോർഡ്സിൽ ഉൾപ്പെടുന്നത് സ്റ്റാഫുകളുടെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ അല്ലെ. സ്റ്റാഫുകളൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കാറുണ്ട് അല്ലെ. അപ്പോ അവരുടെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള റെക്കോർഡ്സ്, അതുപോലെ തന്നെ അവരുടെ കഴിവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ സ്കിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള റെക്കോർഡ്, പിന്നെ അതുപോലെ തന്നെ അവരുടെ ആരോഗ്യ വിവരങ്ങൾ, അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വിവരങ്ങൾ സൂക്ഷിക്കുന്നതും ഇത്തരത്തിലുള്ള പേഴ്സണൽ റെക്കോർഡ്സിലാണ്. ഓക്കെ, അപ്പൊ സ്റ്റാഫിന്റെ ട്രെയിനിങ്, അവരുടെ സ്കില്ല്, ദെൻ അവരുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ പേഴ്സണൽ റെക്കോർഡ്സിലാണ് കെപ്റ്റ് ചെയ്ത് വെക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ കംപ്ലൈന്റ്സ് ആൻഡ് ദെയർ റെസൊല്യൂഷൻ. അതായത് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ, ഇപ്പോ ലാബിൽ വരുന്ന പേഷ്യൻസിനോ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കോ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികൾ അല്ലെങ്കിൽ ആ കംപ്ലൈന്റ്സ്, അതുപോലെ തന്നെ അതിന്റെ റെസൊല്യൂഷൻ, അതിന്റെ പരിഹാര മാർഗങ്ങളും രേഖപ്പെടുത്തി വെക്കുന്ന റെക്കോർഡാണ് കംപ്ലൈന്റ്സ് ആൻഡ് റെസൊല്യൂഷൻ റെക്കോർഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ പരാതികൾ ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യും, അതുപോലെ അതിന് പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തി വെക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ഇൻവെന്ററി ആണ്. ഇൻവെന്ററി ഓർ അസറ്റ്സ്, അതായത് ലാബിലുള്ള ഉപകരണങ്ങളാണ് കേട്ടോ ഇൻവെന്ററി. അതായത് ലാബിന്റെ ഇൻവെന്ററി അല്ലെങ്കിൽ അസറ്റ് സമ്പാദ്യം എന്ന് പറയുന്നത് ലാബിലുള്ള ഉപകരണങ്ങൾ തന്നെയാണ്. അപ്പൊ ഉപകരണങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാകും. ഓക്കെ, ദാറ്റ് ഈസ് ഇൻവെന്ററി ഓർ അസറ്റ്സ്. നെക്സ്റ്റ് വൺ സേഫ്റ്റി മാനുവൽ ആണ്. അതായത് ലാബിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളാണ് സേഫ്റ്റി മാനുവലിൽ പറയുന്നത്. ദെൻ ബഡ്ജറ്റ് ആണ്. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻകം, വരവ് ചെലവ് ഒക്കെ മുൻകൂട്ടി തയ്യാറാക്കുന്നതാണ് ബഡ്ജറ്റ്. ഇപ്പോ ഏതൊരു സ്ഥാപനമാണെങ്കിലും ലബോറട്ടറി തന്നെ എടുക്കണമെന്നില്ല, ഏതൊരു സ്ഥാപനം, അത് ചിലപ്പോൾ സ്കൂളാകാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൈവറ്റ് ഫേം ആവാം, എല്ലാ സ്ഥാപനങ്ങൾക്കും അവരുടെ ഒരു വർഷത്തേക്കുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ പ്ലാൻ തയ്യാറാക്കാറുണ്ട്. ഓക്കെ, വരവ് ചെലവ് കണക്കുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തൊരു പ്ലാൻ തയ്യാറാക്കാറുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്, ബഡ്ജറ്റ് എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം ഈ അടുത്ത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിലും അതുപോലെ സംസ്ഥാന ഗവൺമെന്റും എന്താ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പത്രത്തിലൊക്കെ വായിച്ചില്ലേ, ന്യൂസിലൊക്കെ കണ്ടില്ലേ എല്ലാവരും? പത്രമൊക്കെ റീഡ് ചെയ്യാറുണ്ടോ? പേപ്പർ വായിക്കാറുണ്ടോ? ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ബഡ്ജറ്റ് അവതരിപ്പിക്കുക അല്ലെ. ആ ബഡ്ജറ്റിൽ എന്താ പറയുന്നേ, അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും അല്ലെങ്കിൽ ഓരോ മേഖലയ്ക്കും ഇത്ര കോടി അനുവദിച്ചു, ഇതിനായിട്ട് നീക്കി വെച്ചു എന്നൊക്കെ പറയും അല്ലെ. അതുപോലെ തന്നെയാണ് ലബോറട്ടറിയിലും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വർഷത്തേക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കിയിരിക്കും. ദാറ്റ് ഈസ് ബഡ്ജറ്റ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ആണ് SOPs എന്ന് പറയുന്നത്. അതായത് ഓരോ ടെസ്റ്റുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ്. ഓരോ ടെസ്റ്റുകൾ എങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ ലാബിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ കുറിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അഥവാ നിർദ്ദേശങ്ങളെയാണ് SOPs എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ വർക്ക് ലോഡ് ആൻഡ്
സർവൈലൻസ് റിപ്പോർട്ട്സ്. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അതായത് ഡെയിലി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ ഡെയിലി എത്ര ജോലി ചെയ്തു, മന്ത്ലി എത്ര വർക്ക് ചെയ്തു, അങ്ങനെ ഓവറോൾ അവരുടെ വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നതാണ് ഈ ഒരു റിപ്പോർട്ടിൽ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും റെക്കോർഡുകൾ നിർബന്ധമായിട്ടും എവിടെ ഉണ്ടാവും? ലബോറട്ടറിയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. ക്ലിയർ ആണോ? ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ, കൂടുതൽ ഡെപ്തിലോട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് അത് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇമ്പോർട്ടന്റ് ആണെന്ന് ഉള്ളിൽ ഒന്നും എടുത്ത് ചോദിക്കില്ല. ഞാനിപ്പോ കുറെ എക്സ്പ്ലനേഷൻ പറഞ്ഞില്ലേ, അതുപോലെ ഒന്നും എടുത്ത് ചോദിക്കില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞു തന്നതാണ് കേട്ടോ. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക. പരീക്ഷയ്ക്ക് വരുമ്പോൾ ചോദിക്കാം എന്തൊക്കെ റെക്കോർഡുകളാണ് ലബോറട്ടറിയിൽ ഗെറ്റ് ചെയ്യുന്നത്, ആ ഒരു രീതിയിലായിരിക്കും എക്സാമിന് ചോദിക്കുക. നെക്സ്റ്റ് നിങ്ങൾ റീഡ് ചെയ്തോളൂ, സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് കേട്ടോ. സേഫ്റ്റി ഇൻ ലബോറട്ടറീസ്, അതില് ജനറൽ സേഫ്റ്റി മെഷേഴ്സും റീഡ് ചെയ്യുക. ഇത് രണ്ടും കഴിഞ്ഞതിന് ശേഷം, അതായത് റീഡ് ചെയ്തതിന് ശേഷം തമ്പ് ചെയ്യുക കേട്ടോ. സ്റ്റക്കായി പോവാണെങ്കിൽ പറയണം കേട്ടോ. വീഡിയോ ഓക്കെ, നമുക്ക് നോക്കാം. സേഫ്റ്റി ഇൻ ലബോറട്ടറീസ് എന്ന് പറഞ്ഞാൽ ലബോറട്ടറിയിലുള്ള സുരക്ഷ. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. Personnels who are working in laboratories may be subjected to risk from various chemicals, infectious materials, fire danger, electrical shock, gas leak, etc. The environment is also at risk of being contaminated by dangerous materials used and waste generated in the laboratory. Policies should define the use of sharp disposal of bio-waste, reagents, sharp and other waste evolved in the laboratory according to the local and the national regulations. It is necessary to train all personnel in standard precautions. Safety in laboratories therefore includes protection of both the personnel and the environment from dangerous materials. Okay,
അതായത് ലബോറട്ടറിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെന്ന് പറഞ്ഞാല് അവർക്ക് എന്ത് കൊടുക്കണം? സുരക്ഷ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ലബോറട്ടറിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിസരവും സുരക്ഷയോട് കൂടിയിട്ട് വേണം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് അവർക്ക് സേഫ്റ്റി കൊടുക്കണം എന്ന് പറയുന്നത്? അതായത് പലതരത്തിലുള്ള റിസ്കുകളും അവർ ഫേസ് ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയാണ് റിസ്കുകള്? അതായത് കുറേയധികം കെമിക്കൽസ് എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഇൻഫെക്ഷസ് ആയിട്ടുള്ള ധാരാളം മെറ്റീരിയൽസും അവിടെ ഉണ്ടാകും. പിന്നെ ഫയർ ഡേഞ്ചർ, തീപിടുത്തം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ? ഇലക്ട്രിക്കൽ ഷോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഗ്യാസ് ലീക്കേജ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത്തരത്തില് കുറേയധികം അപകടങ്ങൾ അവിടെ ഉണ്ടാകാം, ലബോറട്ടറിയിൽ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിസരവും നല്ല രീതിയിൽ സേഫ് ആയിട്ട് കൊണ്ടുപോകണം. ഓക്കെ, അപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം തന്നെ നമുക്ക് കെമിക്കൽസ് നോക്കാം. കെമിക്കൽ ഹസാർഡ് എന്താണെന്ന് നോക്കാം. കെമിക്കൽ ഹസാർഡ് എന്ന് പറഞ്ഞാൽ അതായത് കുറേയധികം കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ബ്ലഡ് ഒക്കെ പൊട്ടാവാതിരിക്കാനായിട്ട് സോഡിയം സിട്രേറ്റ് പോലുള്ള കെമിക്കൽസ് ലബോറട്ടറിയിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പലതരം ആസിഡുകള്, സോൾവെന്റ്സ്, റിയേജൻസ്, ഇതൊക്കെ സ്കിന്നില് പൊള്ളല് അല്ലെങ്കിൽ പോയിസൺ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ബയോളജിക്കൽ ഹസാർഡ് അല്ലെ? ബയോ ഹസാർഡ് എന്ന് പറയും. അതായത് നമ്മൾ കൊടുക്കുന്ന ബ്ലഡ്, പേഷ്യൻസ് കൊടുക്കുന്ന ബ്ലഡ് ആയാലും യൂറിൻ ആയാലും, അതായത് സാമ്പിൾസിലൂടെ ഇൻഫെക്ഷൻ പരത്താനുള്ള സാധ്യതയുണ്ട്. സാമ്പിൾ കൊടുക്കുമ്പോൾ അതിൽ നിന്നും ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ശരിയായിട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തില്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും അതുമായി ബന്ധപ്പെട്ട എൻവയൺമെന്റും ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലും ഒരു മുൻകരുതലുകൾ എടുക്കണം. അതുപോലെ തന്നെ ഫയർ ഹസാർഡ്, അതായത് എളുപ്പത്തിൽ കത്തുന്ന കെമിക്കൽസ്, അതുപോലെ തന്നെ ഗ്യാസസ് ഒക്കെ പെട്ടെന്ന് സ്പ്രെഡായി തീപിടുത്തം ഉണ്ടാവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ ഹസാർഡ്, അതായത് ഡാമേജ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ, അതായത് പഴകിയതും പ്രവർത്തനരഹിതവുമായിട്ടുള്ള ഉപകരണങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഷോക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ ഹസാർഡ്. അതുപോലെ തന്നെ ഗ്യാസ് ലീക്കേജ്, ഇതുപോലെ എന്താ പറയാ, ഗ്യാസ് ലീക്ക് ആയി പെട്ടെന്ന് തന്നെ നമുക്ക്, അതായത് സ്കിന്നിലായാലും ബുദ്ധിമുട്ടുണ്ടാവും, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട മുൻകരുതലുകളും എടുക്കേണ്ടതാണ്. അപ്പൊ ഇത്തരത്തിൽ കുറേയധികം റിസ്കുകൾ ആയിട്ട് നേരിടേണ്ടതുണ്ട് ലബോറട്ടറിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരൻ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻവയൺമെന്റ്. അപ്പോ ഇത് രണ്ടിൽ നിന്നും രക്ഷിക്കേണ്ടത് ലബോറട്ടറി നടത്തിക്കൊണ്ടുപോകുന്ന ആളുകളാണ്. ലബോറട്ടറി നടത്തിക്കൊണ്ടുപോകുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എൻവയൺമെന്റ്, അതായത് ഇത്തരത്തിൽ ലാബിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഉൾപ്പെടെ എൻവയൺമെന്റിനും എന്താണ് റിസ്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. എൻവയൺമെന്റും പൊല്യൂട്ടഡ് ആവാതിരിക്കണം. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ കുറേയധികം സാധനങ്ങൾ, നമ്മൾ കുറേയധികം ഐറ്റംസ് യൂസ് ചെയ്യും അല്ലെ? ഷാർപ്പ്, അതായത് ബ്ലേഡ്, സൂചി പോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട് ലബോറട്ടറിയിൽ അല്ലെ? പിന്നെ ബയോ വേസ്റ്റ് ഡിസ്പോസൽ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുമ്പോൾ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിരിക്കണം. മാത്രമല്ല ലോക്കൽ ആൻഡ് നാഷണൽ റെഗുലേഷൻ, പ്രാദേശികമായിട്ടുള്ള ദേശീയ നിലവാരത്തിലുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ പാലിച്ചിരിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അത് പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ ദേശീയമായിട്ടുള്ള നിയമങ്ങൾ അതിൽ പാലിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ വ്യക്തികളും, ലബോറട്ടറിയിൽ ജോലി ചെയ്യുന്ന എല്ലാ വ്യക്തികളും ട്രെയിൻഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പ്രിക്കോഷൻ, എന്താണ് നടപടികൾ എടുക്കേണ്ടത്, അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ അല്ലെങ്കിൽ ട്രെയിനിങ് അവിടെയുള്ള ആളുകൾക്ക് ലഭിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്, ആ സേഫ്റ്റി ഇൻ ലബോറട്ടറീസിൽ പറയുന്നത്. ക്ലിയർ ആണോ? നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. The next one, general safety measures ആണ് കേട്ടോ.
ഫസ്റ്റ് പോയിന്റ്, all laboratory personnel should have a knowledge of the laboratory safety policies and procedures and act in accordance with this at all times. എല്ലാ ലബോറട്ടറി ജീവനക്കാർക്കും ലബോറട്ടറിയിലെ സേഫ്റ്റി പോളിസീസിനെ കുറിച്ചും അതുപോലെ തന്നെ എമർജൻസി പ്ലാനിനെ കുറിച്ചും സുരക്ഷാ നിയമങ്ങളെ കുറിച്ചൊക്കെ അറിവുണ്ടായിരിക്കണം. അപ്പൊ വെറുതെ ചെന്ന് നമ്മൾ ലബോറട്ടറിയിൽ വർക്ക് ചെയ്താൽ മാത്രം പോരാ, അവിടെ എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെയാണ് അവിടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, list of dangerous materials used in the laboratory should be prepared. അതുപോലെ തന്നെ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്, അപകടകരമായിട്ടുള്ള വസ്തുക്കളുണ്ട്, അതിനെ കുറിച്ചുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കണം. എന്തിനാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കി വെക്കുന്നത്? അതായത് അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകാതെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ സാധിക്കും. Then മൂന്നാമത്തെ പോയിന്റ്, eye wash facility should be made available as standalone facility or attached to sink. നമ്മുടെ കണ്ണിലോ അല്ലെങ്കിൽ സ്കിന്നിലോ ഒക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഉടനെ തന്നെ അവിടെ വാഷ് ചെയ്ത് കളയണ്ടേ? ചെയ്യണോ? എന്തെങ്കിലും കെമിക്കലുകളൊക്കെ നമ്മുടെ സ്കിന്നിലോ കണ്ണിലോ വീണ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം? അത് അവിടെ നിന്ന് വാഷ് ചെയ്ത് കളയണം. പ്രത്യേകിച്ചും കണ്ണിലൊക്കെ. ഓക്കെ, നമ്മുടെ കണ്ണിലൊക്കെ എന്തെങ്കിലും സ്പ്രെഡ് ആയി കഴിഞ്ഞാല് അത് വാഷ് ചെയ്ത് കളയാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഐ വാഷ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് ലബോറട്ടറിയില്. സ്റ്റാൻഡ് അലോൺ എന്ന് പറയുന്ന ഒരു ടേം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് സ്റ്റാൻഡ് അലോൺ? സ്റ്റാൻഡ് അലോൺ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഓർ സെപ്പറേറ്റ്. അതായത് ഐ വാഷ് ഫെസിലിറ്റി സ്വതന്ത്രമായിട്ടുള്ളതും സെപ്പറേറ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സൗകര്യത്തിനായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, നല്ല രീതിയിൽ കണ്ടു കഴുകി കളയാനുള്ള സൗകര്യം അവിടെ ഉണ്ടായിരിക്കണം, ലബോറട്ടറിയിൽ ഉണ്ടായിരിക്കണം. Then next, biohazard symbol should be used on all container equipment that contains biodangerous material. അതുപോലെ തന്നെ ബയോഡേഞ്ചറസ് മെറ്റീരിയൽ അടങ്ങിയിട്ടുള്ള കണ്ടെയ്നറുകളിലോ എക്യുപ്മെന്റുകളിലോ ബയോഹസാർഡ് സിംബൽ കൃത്യമായിട്ടും രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, ഇത് ബയോഹസാർഡ് ആണ് അല്ലെങ്കിൽ അത് ഡേഞ്ചറസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ആ സിംബല് രേഖപ്പെടുത്തണം എന്നാണ് പറയുന്നത്. Then next, laboratory personnel should be completely trained in managing fire and non-fire emergencies like this large spillage, gas leakage, etc. അതുപോലെ തന്നെ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാര് തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ അതായത് ഫയർ എങ്ങനെ മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ സ്പില്ലേജ്, ഗ്യാസ് ലീക്കേജ് പോലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള ട്രെയിനിങ് ഉണ്ടായിരിക്കണം. Then next, ample fire extinguishers should be quickly available in the laboratory. Fire extinguisher available ആയിരിക്കണം. ഫയർ എക്സ്റ്റിംഗ്വിഷർ കണ്ടിട്ടില്ലേ നിങ്ങള്? റെഡ് കളറിലുള്ള വാളിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ സ്ഥലത്തും ഉണ്ടാവും അല്ലെ? ഓക്കെ, അപ്പൊ ഫയർ ഉണ്ടെങ്കിൽ അത് അണയ്ക്കുന്നതിനുള്ള മാർഗമാണത് അല്ലെ? അപ്പൊ ആ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എപ്പോഴും എന്ത് ചെയ്യണം? ലബോറട്ടറിയിൽ അവൈലബിൾ ആയിരിക്കണം. Then next one, accident, incident, injuries, record of laboratory personnel should be kept and intimated to the designated authority. അതായത് ലാബില് എന്തെങ്കിലും ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡന്റോ ഇഞ്ചുറീസോ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ലാബില് ജോലി ചെയ്യുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ആക്സിഡന്റ് ഇഞ്ചുറീസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഉടനെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻസിഡന്റ് ബുക്കിൽ രേഖപ്പെടുത്തി വെക്കണം. ഓർമ്മയുണ്ടോ? എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ഇൻസിഡന്റ് ബുക്കിൽ രേഖപ്പെടുത്തുകയും ഹയർ അതോറിറ്റീസിനെ അറിയിക്കുകയും വേണം. മിണ്ടാതിരിക്കരുത്. ലബോറട്ടറിയുടെ ഹയർ അതോറിറ്റി ആരാണോ അവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഇനി ഒരു സംഭവം ഉണ്ടായി, ഇന്ന സമയത്താണ് ഉണ്ടായത്, ഇത് മൂലമാണ് ഉണ്ടായതെന്നുള്ള കാരണങ്ങൾ അവിടെ പറഞ്ഞിരിക്കണം. ഓക്കെ, then next one, do not chew gum, drink, smoke or eat while working in the lab. Laboratory glassware should never be used as food or beverage containers. അതായത് chewing gum അല്ലെ, നമ്മള് ഗം ഉണ്ടല്ലോ, അത് ചവയ്ക്കാനായിട്ട് പാടില്ല ലബോറട്ടറിയിൽ. അങ്ങനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ആരെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെ
എന്തെങ്കിലും കുടിക്കാനോ അല്ലെങ്കിൽ പുക വലിക്കാനോ ഒന്നും പാടില്ല ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കേട്ടോ. ആ ഒരു സ്പെസിഫിക് ഏരിയയിൽ വെച്ചുകൊണ്ട് ഇതൊന്നും പാടുള്ളതല്ല. പിന്നെ ലബോറട്ടറി ഗ്ലാസ് വെയേഴ്സ് ഉണ്ട്. അത് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. ലബോറട്ടറി ഗ്ലാസ് വെയേഴ്സ് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത്. Then next, always put on suitable clothing, chemically resistant lab coats or aprons are suggested. അതായത് നമ്മുടെ ഈ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കെമിക്കലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്ലോത്തുകൾ ധരിക്കണം എന്നാണ് പറയുന്നത്. കോട്ടുകളോ ഏപ്രൻസ് ആയിട്ടോ ധരിക്കാം എന്ന് പറയുന്നുണ്ട്. ലബോറട്ടറിയിൽ ചിലപ്പോൾ ഒരു കാഷ്വൽ ഡ്രസ്സിലാണോ നിൽക്കുന്നത്, ഒരു കോട്ട് ഉണ്ടാവില്ല എപ്പോഴും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോട്ട് ധരിച്ചിട്ടായിരിക്കും അല്ലെ ഇരിക്കുന്നേ. ആ കോട്ടിൽ ലാബിന്റെ സിമ്പിൾ ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പോ കെമിക്കലി റെസിസ്റ്റന്റ് ആയിട്ടുള്ള കോട്ടുകൾ അല്ലെങ്കിൽ ഏപ്രൻസ് ഒക്കെ ധരിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. Then next, handle needles, syringes and other sharps with the utmost care. അതായത് നീഡിലുകള്, സിറഞ്ചുകള് അല്ലെങ്കിൽ മറ്റു മൂർച്ചയുള്ള വസ്തുക്കളൊക്കെ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. Then next, compressed gas cylinders should be secured to prevent them from being knocked over. Compressed gas cylinder എന്താ? ഹൈ പ്രഷറിലുള്ള ഗ്യാസ് സിലിണ്ടറിനെയാണ് കംപ്രസ്ഡ് ഗ്യാസ് സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പോ അത് ഉപയോഗിക്കുന്ന സമയത്ത് ഹൈ പ്രഷർ ആണ്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും അത് കെട്ടി ഉറപ്പിച്ചു വെക്കണം. ഉരുട്ടിക്കൊണ്ട് പോകാനോ അല്ലെങ്കിൽ ഉന്തിക്കൊണ്ട് പോകാനോ ഒന്നും പാടില്ല. എവിടെയെങ്കിലും കെട്ടി ഉറപ്പിച്ച് എന്ത് ചെയ്യണം? വെച്ചിരിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. Then last one, in the care of a chemical splashing into your eye or on your skin, immediately flush the affected area with running water for at least 20 minutes eye wash facility. അതായത് എന്തെങ്കിലും ഒരു കെമിക്കൽ സ്പ്ലാഷ് നിങ്ങളുടെ കണ്ണുകളിലോ സ്കിന്നിലോ ഉണ്ടാക്കി കഴിഞ്ഞാല് അത് ഉടനെ തന്നെ എന്ത് ചെയ്യണം? റണ്ണിങ് വാട്ടറിൽ 20 മിനിറ്റ്സ് എന്ത് ചെയ്യണം? വാഷ് ചെയ്ത് കളയണം. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ നമ്മുടെ വേറെ ഏതൊരു ചാപ്റ്ററിൽ എനിക്കറിയില്ല, ഞാൻ ചാപ്റ്റർ വേറെ ആരെങ്കിലും എടുക്കുന്നതെന്ന് അറിയില്ല, എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഈ രോഗങ്ങൾ ഉണ്ടാകുന്നത്, ഹോസ്പിറ്റൽ മേഖലയിൽ രോഗങ്ങൾ ഉണ്ടാകുന്നത് ഏത് കൂട്ടർക്കാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ? ഏത് ആളുകൾക്കാണ് ഉണ്ടാവുന്നത്? ഒന്ന് കമന്റ് ചെയ്യാമോ അറിയാമെന്നെങ്കിൽ? ഹോസ്പിറ്റൽ മേഖലയില് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ പിടിപെടുന്നത് ആർക്കാം? അറിയില്ല. യെസ്. എന്തുകൊണ്ടാണ് നേഴ്സുമാർക്കാണെന്ന് പറയുന്നത്? ശ്രീജ പറഞ്ഞിട്ടുണ്ട്, ഷാനി പറഞ്ഞിട്ടുണ്ട്. നേഴ്സാണ് അല്ലെ? എങ്ങനെയാണ് രോഗം വരുന്നത് അവർക്ക്? എങ്ങനെയാ രോഗം വരുന്നത്? നോക്കുന്നത് കൊണ്ടാണോ? നോക്കുന്നത് കൊണ്ട് വരാം. നമ്മുടെ ഇന്ത്യയില് ഏറ്റവും കൂടുതൽ ഹെൽത്ത് മേഖലയില് HIV രേഖപ്പെടുത്തുന്നത് ആർക്കാണെന്ന് അറിയാമോ? പക്ഷെ അത് റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. ആർക്കാ HIV റിപ്പോർട്ട് ചെയ്യുന്നത്? നഴ്സുമാർക്കാ അല്ലെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സിനാ. പക്ഷെ അത് റിപ്പോർട്ട് ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അത് ചിന്തിച്ചിട്ടുണ്ടോ? അറിയാമോ കാര്യം? അതായത് ഈ സിറഞ്ചും സൂചിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത്, ഇപ്പോ സിറഞ്ചും സൂചിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത്, അതായത് പേഷ്യന്റിന്റെ സ്കിന്നിലോട്ട് നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് കുത്തുവാണ് അല്ലെ സിറഞ്ച് ഉപയോഗിച്ചിട്ട്. അപ്പൊ പെട്ടെന്നൊരു എന്താ പറയാ, പേഷ്യന്റ് ഒന്ന് കൈ വലിച്ചു കഴിഞ്ഞാല് ചിലപ്പോ അത് തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതെന്ത് ചെയ്യും? ഈ നഴ്സുമാരുടെ സ്കിന്നിലോ അല്ലെങ്കിൽ ഫേസിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കണ്ണിലൊക്കെ തെറിച്ചു കഴിഞ്ഞാല് എന്ത് ചെയ്യും? ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? HIV അവർക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഞാൻ സത്യമാണ് കേട്ടോ പറഞ്ഞത്. യെസ്, അതായത് നമ്മള് വളരെ മൈന്യൂട്ടായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഉടനെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രിക്കോഷൻസ് എടുത്തില്ലെങ്കിൽ ചിലപ്പോ ഡേഞ്ചർ ആവുന്ന സിറ്റുവേഷൻ. ഇപ്പോ പേഷ്യന്റിനെ സിറഞ്ച് അതായത് ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ ചിലപ്പോൾ സൂചി തെന്നി ചിലപ്പോ നമ്മുടെ കയ്യിൽ തറച്ചു കൊള്ളാം,
അല്ലെങ്കിൽ കണ്ണിൽ തെറിക്കാം, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവണം. അപ്പോ ഉടനെ തന്നെ എന്ത് ചെയ്യണം, പ്രിക്കോഷൻസ് എടുക്കണം. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്തെങ്കിലും കെമിക്കലുകൾ, അതായത് കണ്ണിലോ ത്വക്കിലോ നമ്മുടെ ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് റണ്ണിങ് വാട്ടറിൽ 20 മിനിറ്റ്സ് എങ്കിലും നന്നായി കഴുകി കളയണം. 20 മിനിറ്റ്സ് കേട്ടോ, വെറുതെ 1 സെക്കൻഡ് കൊണ്ടല്ല. കൈ കഴുകുന്നത് എങ്ങനെയാ? കൈ കഴുകുന്നത് പഠിച്ചിട്ടില്ലേ? പഠിപ്പിച്ചു ആരെങ്കിലും? എങ്ങനെയാണ് കൈ കഴുകേണ്ടതെന്ന്? ഹാൻഡ് വാഷ് ചെയ്യേണ്ടത്? വെറുതെയാണോ ഹാൻഡ് വാഷ് ചെയ്യേണ്ടത്? ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് ഇല്ലേ? പഠിച്ചിട്ടില്ല? ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് ഉണ്ട്. അത് പഠിപ്പിക്കും നിങ്ങൾ ഉടനെ തന്നെ കേട്ടോ. ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് ഉണ്ട്, കൈ കഴുകുന്ന രീതികളുണ്ട് അല്ലെ? നമ്മളിപ്പോ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് കൈ കഴുകാറുണ്ടോ? ഹാൻഡ് വാഷ് ചെയ്യാറുണ്ടോ? ഉണ്ട്. എന്നിട്ടാണോ ഭക്ഷണവും വെള്ളമൊക്കെ കഴിക്കുന്നേ? ഭക്ഷണം കഴിക്കുന്നത് വെള്ളം കുടിക്കുന്നതൊക്കെ അത് കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ചെയ്യണം കേട്ടോ. നമ്മൾ കൊറോണ ടൈമിൽ ഇത് നന്നായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു, COVID-19 സമയത്ത് അല്ലെ? ശരിയായിട്ട് മാസ്ക് ധരിക്കുക. അപ്പൊ നിങ്ങളൊന്ന് ഓർത്തു നോക്കി, ആ സമയത്ത് നമുക്ക് കൊറോണയും ഇല്ലാതെ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു? ആ സമയത്ത് ഒന്ന് ഓർത്തു നോക്കിയേ, ഉണ്ടോ? വേറെ ഏതെങ്കിലും ഒരു അസുഖം? ഇല്ല. എന്തുകൊണ്ടാ? നമ്മള് ശരിയായിട്ട് മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ കൈ കഴുകുമായിരുന്നു. അതും എന്താണ്, ഒന്നില്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലിക്വിഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ കൈ കഴുകുന്നത് അല്ലെ? നല്ല രീതിയിൽ കൈ കഴുകുക. കാരണം പേടിയാണ് അല്ലെ? നമ്മൾക്ക് എങ്ങനെ അസുഖം വരുമെന്നുള്ള പേടിയായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോ അന്ന് ആ അസുഖത്തെ മാത്രമായിരുന്നു പേടിച്ചിരുന്നത്, വേറെ അസുഖമൊന്നും വരില്ലായിരുന്നു. പക്ഷെ പിന്നീട് അതിനുശേഷം മാസ്കുകൾ ഉപയോഗിക്കാണ്ടായി, കൈ കഴുകാണ്ടായി. കാരണം കൊറോണ ഒക്കെ പോയല്ലോ, അതൊന്നും ഇനി വരില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ കൈ ഉണ്ടല്ലോ, ഈ കൈ എപ്പോഴും നമ്മുടെ ഒന്നില്ലെങ്കിൽ ഈ മൂക്കിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഈ വായുടെ ഭാഗത്തോട്ടൊക്കെ എപ്പോഴും പോകും ഇല്ലേ? നമ്മൾ എപ്പോഴും കൊണ്ടുപോകാറില്ലേ ഫേസിന്റെ അവിടേക്ക്? ഇല്ലേ? കൊണ്ടുപോകാറുണ്ട്. അപ്പോ വളരെ നമുക്ക് കാണാൻ പറ്റാത്ത, നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത വളരെയധികം ചെറിയ സൂക്ഷ്മാണുക്കൾ എവിടെ ഇരിപ്പുണ്ടാവും? നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അത് വേഗം നമ്മുടെ മൂക്കിൽ കൊണ്ടുവച്ചാലും ഈ ലിപ്സിന്റെ അവിടെ കൊണ്ടുവച്ചാലും ഒക്കെ അകത്തോട്ട് എന്ത് പോകും? ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ജേംസ് അല്ലെ? അങ്ങനെയാണ് നമുക്ക് രോഗം ഉണ്ടാകുന്നത്. അപ്പോ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇപ്പൊ നമ്മള് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചു, നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുവാണ്. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ പല സ്ഥലങ്ങളിലും പിടിക്കുന്നുണ്ട് അല്ലെ? സീറ്റില്, ആ സീറ്റിന്റെ സൈഡിൽ നമ്മൾ കൈ പിടിക്കാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് മുകളിൽ കമ്പി ഉണ്ടാവും, അവിടെ ഇങ്ങനെ കൈ തൂക്കി പിടിക്കാം. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇവിടെയൊക്കെ അണുക്കൾ ഇരിപ്പുണ്ട്. നമ്മൾ അത് നോക്കാതെ നേരെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒരു ചായക്കടയിൽ ചെന്നിട്ട് പപ്സും ചായയും കഴിക്കുകയാണ്. എങ്ങനെ ഉണ്ടാവും കഥ? ഒന്ന് ഓർത്തു നോക്കിയേ. നേരെ ഉള്ളിലോട്ട് രോഗകാരി എത്തും. പിറ്റേന്ന് അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾക്ക് എന്തുണ്ടാവുക? രോഗം വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്തെടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും നല്ല രീതിയിൽ കൈ കഴുകുക കേട്ടോ. അടിപൊളിയാവോ? ശരിയാണ്, അടിപൊളിയാവും രോഗം വന്നു കഴിഞ്ഞാല്. അല്ല, നമുക്ക് ഇങ്ങനെയാണ് രോഗം വരുന്നത്. നമ്മുടെ കൈ എങ്ങോട്ട് പോകുന്നു അതിനനുസരിച്ചിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കൈ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, അത് നെയിൽ പോളിഷ് ഇട്ട് ഭംഗിയായിട്ട് വെക്കണം എന്നല്ല ഞാൻ പറയുന്നത്. കൈ നല്ല രീതിയിൽ കഴുകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. എവിടെ പോയി വന്നാലും കേട്ടോ, നിങ്ങൾ ഇവിടെ ഒരു മുറ്റം അടിക്കുകയാണെങ്കിൽ പോലും നല്ല രീതിയിൽ കൈ കഴുകിയിട്ട് വേണം ആഹാരം കഴിക്കാനായിട്ട്. കാരണം നമ്മൾ മുറ്റം അടിക്കുന്ന ചൂലിലും ഇട്ടുണ്ടാവും എന്ത്? ഈ രോഗാണുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ജോലി ചെയ്ത് കഴിഞ്ഞാലും നന്നായിട്ട് കൈ കഴുകുക കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നല്ല രീതിയിൽ, അപ്പൊ കണ്ണ്, അതായത് കെമിക്കൽ സ്പ്ലാഷ് ഉണ്ടായി കഴിഞ്ഞാൽ കണ്ണ്, സ്കിൻ എന്നിവ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. 20 മിനിറ്റ് എടുത്തിട്ട് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അത് എക്സാമിന് ചോദിക്കും, എത്ര മിനിറ്റ്സ് എടുത്തിട്ടാണ് വാഷ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. ക്ലിയർ അല്ലേ? ഓക്കെയാണ്. നെക്സ്റ്റ് നമുക്ക് സൈൻസ് ആൻഡ് സിംബൽസ് നോക്കാം. ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്ന സൈൻസ് ആൻഡ് സിംബൽസ് ആണ് കേട്ടോ.
To reduce accidents in the laboratory, it has been made compulsory to use signs and symbols in the laboratory. അതായത് ലബോറട്ടറിയിൽ പല വിധത്തിലുള്ള ആക്സിഡന്റുകൾ റെഡ്യൂസ് ചെയ്യാൻ അഥവാ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും സയൻസും സിംബൽസും ഉപയോഗിച്ചിരിക്കണം. അപ്പൊ കുറെ അധികം സിംബലുകൾ കൊടുത്തിട്ടുണ്ട് അവിടെ, അല്ലെങ്കിൽ സൈനുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണെന്ന് നോക്കാം. നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. നിങ്ങൾക്ക് പരിചയമുള്ളത് ഏതെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? എപ്പോഴും കാണുന്ന എന്തെങ്കിലും സൈനുകൾ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം അല്ലെ. എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നോക്കിക്കോളൂ. അവിടെ ഡേഞ്ചർ എന്ന് കൊടുത്തിട്ടുണ്ട്, തൊട്ട് താഴെയായിട്ട് ഇൻഫ്ലെയിമബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അതിന്റെ മീനിങ്? ഇൻഫ്ലെയിമബിൾ അഥവാ ഡേഞ്ചർ എന്താ? എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം. കത്തു. ആ ശരിയാണ്, തൊടാൻ പാടില്ല. ഫയർ ആണ് അല്ലെ. ഓക്കെ, അതായത് പെട്ടെന്ന് തീ പിടിക്കുന്ന വസ്തുക്കൾ, ദാറ്റ് ഈസ് ഇൻഫ്ലെയിമബിൾ. ഇത് അപകടകരമാണ്. ഓക്കെ, നമ്മൾ ലബോറട്ടറിയിൽ ചെല്ലുമ്പോൾ എവിടെയെങ്കിലും ഈ ഒരു സിംബൽ കാണുവാണെങ്കിൽ അപ്പൊ തന്നെ മനസ്സിൽ വിചാരിക്കുക എളുപ്പം തീ പിടിക്കുന്ന വസ്തുവാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതിന്റെ തൊട്ട് താഴെയായിട്ട് നോട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിലായാലും എഴുതി വെച്ചാൽ മതി. A substance that catches fire easily. പെട്ടെന്ന് തീ പിടിക്കുന്ന വസ്തുക്കൾ കേട്ടോ. A substance that catches fire easily. A substance that catches fire easily. എഴുതിയോ? യെസ്. ദെൻ രണ്ടാമത്തത് ഒരു ക്രോസ് ചിഹ്നം കൊടുത്തത് കണ്ടിട്ടില്ലേ? ഒരു ക്രോസ് ചിഹ്നം. എന്താണ് അതിന്റെ മീനിങ്? ഹാർംഫുൾ ആണ് അല്ലെ. ഹാർംഫുൾ എന്താണ്? ഹാനികരമാണ് അല്ലെ. അത് മനസ്സിലായി. എങ്ങനെയാണ്? അതായത് അതൊന്ന് എഴുതിയെടുത്തോളൂ. സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ കോസ് ഡാമേജ് ടു ഹെൽത്ത്. ആരോഗ്യത്തിന് ഹാനികരമാകുന്ന വസ്തുക്കൾ. ഓക്കെ, സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ യൂസ് അല്ല ദാറ്റ് ക്യാൻ കോസ് ഡാമേജ് ടു ഹെൽത്ത്. എഴുതിയോ? ഇൻഫ്ലേമബിൾ എഴുതി, ഹാർംഫുൾ എഴുതി. ഓക്കെ, അടുത്തത് കൊറോസീവ് ആണ്. എന്താണ് കൊറോസീവ് എന്ന് പറഞ്ഞാല്? എന്താ ഉദ്ദേശിക്കുന്നേ? അതായത് നമ്മുടെ ടിഷ്യൂസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ സ്കിന്നിന്, ഐസിന് അല്ലെ, ഇതിനൊക്കെ ദോഷകരമാകുന്ന വസ്തുക്കളാണെന്ത് ഈ കൊറോസീവ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ആസിഡ് പോലെ കറക്റ്റ് ആണ്. എഴുതിക്കോളൂ കേട്ടോ. കെമിക്കൽസ് ആണ് ഇത്, ആസിഡ് ആണ്. ദീസ് ആർ കെമിക്കൽസ് that can destroying tissues.
These are chemicals that can destroy tissues. അതിനകത്ത് ബ്രാക്കറ്റിൽ ഇടാം, സ്കിന്നിന് ഐ എന്ന് ബ്രാക്കറ്റിൽ ഇടാം കേട്ടോ. സ്കിൻ കോമ ഐ എന്ന് ബ്രാക്കറ്റിൽ ഇടാം. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഇലക്ട്രിക്കൽ ഹസാർഡ് ആണ് അല്ലെ. ഇലക്ട്രിക്കൽ ഹസാർഡ് എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നുകൂടി പറയാം, കൊറോസീവ് ഒന്നുകൂടി പറയാം. These are chemicals that can destroy tissues. That can destroy tissues. Okay. ഇലക്ട്രിക്കൽ ഹസാർഡ് എന്താണ്? അതായത് ഇലക്ട്രിക്കൽ ഷോക്ക് ആണ് അല്ലെ. ഷോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സിമ്പിൾ കാണുവാണെങ്കിൽ അവിടെ നിന്ന് ഷോക്ക് ഏൽക്കാം. ഇലക്ട്രിക്കൽ ഷോക്ക് ഏൽക്കാവുന്നതാണ്. അത് എന്ത് ചെയ്യും? അതായത് ഒരു അപകടമാണ്, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന അപകടം. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇലക്ട്രിക്കൽ ഹസാർഡിന്റെ അവിടെ നോട്ട് ചെയ്യുക, ഡേഞ്ചർ കോസ്ഡ് ബൈ ഇലക്ട്രിസിറ്റി. ഡേഞ്ചർ കോസ്ഡ് ബൈ ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി മൂലം ഉണ്ടാകുന്ന അപകടം. ഓക്കെ. ഓക്കെ, അടുത്തത് പോയിസൺ. എന്താ സൂചിപ്പിക്കുന്നത് പോയിസൺ? പോയിസൺ പോയിസൺ എന്താ മലയാളം മീനിങ്? പോയിസൺ വിഷമുള്ള വസ്തുവാണോ? വിഷം. അതായത് ആ സിമ്പിള് കാണുകയാണെങ്കിൽ എന്ത് മനസ്സിൽ വിചാരിക്കണം? ഇവിടെ വിഷമയമായിട്ടുള്ള ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടാക്കാം. അത് ഒന്നിലേക്ക് നമ്മൾക്ക് ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ വരുത്താം, അല്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം. ഓക്കെ, അപ്പൊ ഒന്ന് എഴുതിക്കോളൂ. പോയിസന്റെ അവിടെ എഴുതിക്കോളൂ. ഇറ്റ് ക്യാൻ കോസ് സീരിയസ് ഇൽനെസ് ഓർ ഡെത്ത്. It can cause serious illness or death. It can cause serious illness or death. എഴുതിയോ? Okay, the next one, അടുത്തതാണ് റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ. എന്താ ഉദ്ദേശിക്കുന്നത്? റിസ്ക് ഓഫ് എക്സ്പ്ലോഷൻ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. ഈ ഒരു സിമ്പിൾ കാണുവാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനുള്ള, സ്ഫോടനം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് മനസ്സിൽ പുറത്തോളണം കേട്ടോ. ഓക്കെ, അപ്പൊ അത് പലവിധ കാരണങ്ങൾക്ക് കൊണ്ടുണ്ടാവാം. അല്ലെങ്കിൽ ചൂട് കൂടുതൽ കാരണം ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പാർക്ക് ഉണ്ടെങ്കിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ ഉണ്ടെങ്കിൽ ഉണ്ടാകാം. ഓക്കെ, അപ്പോ നോട്ട് ചെയ്തോളൂ. എ സബ്സ്റ്റൻസ് may explode. A substance may explode due to heat, spark, S-P-A-R-K, spark, chemical reaction,
chemical reaction. Okay. The next one, അടുത്തതാണ് ബയോഹസാർഡ് സിമ്പൽ ആണ് കേട്ടോ. കാളയുടെ കൊമ്പ് പോലെ ഉണ്ടല്ലേ, പശുവിന്റെ ഒക്കെ കൊമ്പ് പോലെ കാണുന്നില്ലേ, ഉണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? എനിക്ക് എങ്ങനെയാണ് തോന്നിയത്. ഓക്കെ, അതെന്താ ബയോഹസാർഡ് സിമ്പൽ? എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് എഴുതിക്കോളൂ. ബയോളജിക്കൽ സബ്സ്റ്റൻസ് that can cause infection. Biological substance that can cause infection. Okay. എഴുതിയോ? Then next one radiation hazard ആണ് കേട്ടോ. ഫാനിന്റെ പങ്കയോ അങ്ങനെ എന്തോ പറയില്ലേ, ഫാൻ ലീഫ്. നമ്മുടെ ഫാൻ ഉണ്ടല്ലോ, ഇല്ലേ? അതുപോലെ തോന്നുന്നില്ലേ? തോന്നുന്നുണ്ടോ? ആർക്കും തോന്നുന്നില്ല? ഉണ്ട് അല്ലെ? ആ, അതിന്റെ ലീഫ് പോലെ ഉണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ റേഡിയേഷൻ ഹസാർഡ് എന്താ? റേഡിയേഷൻ ഹസാർഡ് എക്സറേ റേഡിയേഷൻ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾ, റേസ് ഉണ്ടല്ലോ, അതായത് ഇത്തരത്തിലുള്ള റേഡിയേഷൻ ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് കേട്ടോ. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡേഞ്ചർ ഫ്രം റേഡിയോ ആക്റ്റീവ് ഓർ എക്സറേ റേഡിയേഷൻ. Danger from radioactive or X-ray radiation. Okay. Next, ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, അതിന് നോട്ടൊന്നും വേണ്ട കേട്ടോ. വിയർ ഗ്ലൗസ്. എന്താണ്? ഗ്ലൗസ് ശരിയായ രീതിയിൽ ധരിക്കുക എന്നുള്ളതാണ് കേട്ടോ ആ ഒരു സിമ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു തലയും ഒരു മുഖവും ഒരു കഴുത്തും കൊടുത്തിട്ടുണ്ട് അല്ലെ? ഒരു കുട്ടിയെ പോലെ തോന്നുന്നുണ്ടോ? ഉണ്ടോ? യെസ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫുൾ ഫേസ് മാസ്ക് മസ്റ്റ് ബി വോൺ അല്ലെ? അതായത് ഫുൾ ആയിട്ട് എന്ത് ചെയ്യുക? ഫേസ് മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് നമുക്കറിയാം, നമ്മൾ എപ്പോഴും ടി വിയിലൊക്കെ കാണാറുണ്ട് ഈ രണ്ട് സിമ്പിൾസ്. എന്താണ്? ഒന്ന് നോ ഫുഡ് ഓർ ഡ്രിങ്ക്സ് അലൗഡ്. ഇവിടെ ഭക്ഷണവും അതുപോലെ തന്നെ പാനീയവും അനുവദിക്കുന്നതല്ല. ഓക്കെ, നെക്സ്റ്റ് ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഈ റെഡ് കളറില് നോ സ്മോക്കിംഗ് ആണ് അല്ലെ? നോ സ്മോക്കിംഗ്, പുകവലി പാടില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സയൻസ് ആൻഡ് സിമ്പിൾസ് ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? സിമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതൊരു എക്സാമിനായാലും ഇത് ചോദിക്കും, എന്തൊക്കെ സിമ്പിളുകളാണ് ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. 2 or 3 ചോദ്യങ്ങള് ഈ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാകാം. അത് സിമ്പിള് ചോദിച്ചിട്ട് എന്താണ് ഡിനോട്ട് ചെയ്യുന്നതെന്നാണ് ചോദിക്കുക. അപ്പോ അതിന് ആൻസർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും എടുത്താൽ മതി. അടുത്തത് ഒരു പോർഷൻ കൂടി ഉണ്ട്, ലാബ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റീസ്. അത് ഇന്ന് എടുത്താൽ തീരില്ല.
നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്തിട്ട് ഈ ചാപ്റ്റർ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പുതിയൊരു ചാപ്റ്ററിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എറണാകുളത്ത് നിന്നുള്ള ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? എറണാകുളം ആരുമില്ല? എല്ലാവരും ദൂര സ്ഥലങ്ങളാ? ശ്രീലേഖ എറണാകുളമാണ്. മേഘ എവിടെയാണ്? എറണാകുളത്ത് എവിടെയാണ് മേഘ? ശ്രീലേഖ എറണാകുളം കോതമംഗലം. ഇൻഫ്ലേമബിളിന്റെ നോട്ട് പറയണം. ഓക്കെ, പറയാം. ഇൻഫ്ലേമബിളിന്റെ നോട്ട് എഴുതിയെടുത്തോളൂ. എ സബ്സ്റ്റൻസ് that catches fire easily. A substance that catches fire easily. Harmful. Okay. Substance that can cause damage to health. Substance that can cause damage to health. Radiation പറയാം. Radiation hazard, danger from radioactive or X-ray radiation. Danger from radioactive or X-ray radiation. Ma'am, Okay. radioactive or X-ray radiation. രണ്ടും ഒന്നാണ് കേട്ടോ. Corrosive, these are chemicals that can destroy tissues. These are chemicals that can destroy tissues. Okay, practical skin, eye എന്നും കൂടി ചേർക്കുക. Okay, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? SOPO, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, ഒരു സ്ഥാപനത്തിൽ പാലിക്കേണ്ട നിയമങ്ങൾ, ഇൻസ്ട്രക്ഷൻസ് കേട്ടോ, അതാണ് SOP. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി മൺഡേ കാണാം. ഓക്കെ, Thank you, ma'am. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക് യു.